ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കോഫി. എന്താ ഡോക്ടർ, ഒരു ടെൻഷൻ ഉള്ളതുപോലെ? എൻ്റെ ഒരു പേഷ്യൻ്റ്, പേര് അർജുൻ. കേസ് സ്റ്റഡി, ലവ്, ബിട്രയൽ, സൂയിസൈഡ് അറ്റംപ്റ്റ്. യൂഷ്വൽ ബട്ട് അൺയൂഷ്വൽ കേസ്. എന്നെ സംബന്ധിച്ച് ഒരു റിസാമ്പിളിംഗ് കേസ്, എ കേസ് വിച്ച് റിഫ്ലക്ട്സ്. ഈ കേസിൻ്റെ കാര്യത്തിൽ നിന്റെ പവർ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. വാട്ട്? ഫേമസ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ സത്യമൂർത്തി എൻ്റെ കഥ കേൾക്കണമെന്ന് പറയുന്നു. പറയൂ. ലൈഫിൽ ജോലി ഒഴികെ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കാതെ യാന്ത്രികമായി ഇരുന്നവനാണ് അർജുൻ. ഏകദേശം എന്നെ പോലെ തന്നെയാണെന്ന് കരുതിക്കോ. മായ എന്നൊരു പെണ്ണിൻ്റെ എൻട്രി അവൻ്റെ മെക്കാനിക്കൽ ലൈഫിൽ നിന്ന് ഒരു റിലീഫ് കൊടുത്തു. അത് ഏകദേശം നിന്നെ പോലെ എന്ന് കരുതിക്കോ. ഫോർ എക്സാമ്പിൾ, നിന്റെ പ്രസൻസിന് ശേഷമാണ് ഞാൻ കുറച്ച് യങ്ങായും റിലാക്സായും തിങ്ക് ചെയ്യാൻ ആരംഭിച്ചത്. അർജുൻ മായയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷെ മായ അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. അർജുൻ്റെ ആഗ്രഹം, സ്വപ്നങ്ങൾ എല്ലാം മായയെ ചുറ്റിപ്പറ്റിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ മായയുടെ എയിം, ഇതിന്റെ പേരാണ് നാർസിസ്റ്റിക് പാത്തോളജി. അത് തന്നെ, ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വിചാരിച്ച് ജീവിക്കുന്നത്. Am I right? റോങ്. പ്രണയമെന്ന വികാരമില്ലാതെ ജീവിച്ച അർജുനന് മായയുടെ അപ്രോച്ച് അങ്ങനെയൊരു ഫീലിംഗ് ഉണ്ടാക്കി. സോ അർജുനെ സംബന്ധിച്ച് ഈ രൂപം യാഥാർത്ഥ്യമാണെന്ന് കരുതി. ഇതിനെ എങ്ങനെയാ നാർസിസ്റ്റിക് പാത്തോളജി എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ക്ലിയർലി എവിഡന്റ് ദിസ് ഇസ് പ്രൊഫൗണ്ട് മെലങ്കോളിയ. അർജുൻ്റെ സപ്പോർട്ട് കൊണ്ട് മായയുടെ ലക്ഷ്യങ്ങളെല്ലാം നിറവേറി. പക്ഷെ മായയ്ക്ക് അർജുൻ്റെ പ്രണയം നിറവേറ്റാനായില്ല. അർജുൻ അവന് ഇഷ്ടമുള്ള കാര്യം ആദ്യം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ മായ അവൻ അപ്രോച്ച് ചെയ്യുന്ന മുൻപേ അവളുടെ കാര്യം നേരത്തെ പറഞ്ഞേനെ. കറക്റ്റ്? അപ്പോൾ നീയും നിന്റെ എയിം അച്ചീവ് ചെയ്തതിന് ശേഷം എന്നെ മറക്കുമായിരിക്കുമല്ലേ? ഡോക്ടർ, are you serious? കോമഡി ആയിട്ട് പറഞ്ഞതാണോ സാർ അർജുനും പിന്നെ എന്നെ മായയുമായിട്ട്? സോ അബ്സേർഡ്. ഡോക്ടർ, ഈ കേസിൽ അർജുൻ ഒരു മണ്ടനാ. ഹീസ് ടോട്ടലി എ ബുൾഷിറ്റ്. ഹായ് ഡോക്ടർ, ബൈ. നിന്നോടാടി താങ്ക്സ് പറയേണ്ടത്. സെന്റിമെന്റ്സ് ഒന്നും അല്ല, ഞാൻ സത്യം പറഞ്ഞത്. കറക്റ്റായ സമയത്ത് നിന്റെ ഹെൽപ്പാണ് എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയത്. ശരി, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞോ? നിന്നോട് സൂക്ഷിച്ചു പോണെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ ആ ഡോക്ടറോട് താങ്ക്സ് എന്ന് നിന്നോട് പറയാൻ പറഞ്ഞു. അച്ഛന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഡോക്ടർ വളരെ നല്ല മനുഷ്യനാണ്. എന്റെ സ്പോൺസർ അല്ലേ? ഓക്കെ ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ബട്ട് യു നോ വാട്ട് ശാലിനി, എന്നെ സംബന്ധിച്ചിടത്തോളം അയാളാണ് എന്റെ ഫസ്റ്റ് പേഷ്യന്റ്. അതെ, സൈക്കോ പേഷ്യന്റ്. ശരിടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
നിന്നിലുള്ള എൻ്റെ തോൽവി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു കൺമണി. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലവ് ആൻഡ് ടു ബി വൈസ് എന്നത് എത്രമാത്രം സത്യമാണ്. ബട്ട് കൺമണി, നീ എന്നെ കബളിപ്പിച്ചു പോകുന്നത് എനിക്ക് സഹിക്കാനാവില്ല. ഐ ആം സോറി. സോറി കൺമണി. വീണയുടെ തന്ത്രികൾ പൊട്ടിയതുപോലെ ആരെങ്കിലും എന്റെ പ്രണയിനിയെ മൃദുവായി കൊല്ലുവിൻ. ഒരു കവിയുടെ വരികളാണിത്. കാമിനിയോടുള്ള അനിതരമായ സ്നേഹത്തെയും അവളോടുള്ള തീവ്രമായ കോപത്തെയും ഒരേ സമയം വെളിപ്പെടുത്തുന്ന കവിതയാണിത്. തന്റെ വികാരങ്ങൾ ഈ കവിതയിൽ പ്രതിഫലിപ്പിച്ചു. ഇതേപോലെ കാമുകിയോട് സ്നേഹവും ദേഷ്യവും ഒരേ സമയത്ത് എങ്ങനെ വെളിപ്പെടുത്തും? 0442433 എന്ന നമ്പറിലേക്ക് കോൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇത് നിങ്ങളുടെ 93.1 ന്യൂ FM. ഗുഡ് മോർണിംഗ് ഡോക്ടർ. സോറി, കുറച്ച് ലേറ്റായി. മൈ റിപ്പോർട്ട്സ്. ഡോക്ടർ, നിങ്ങളെന്താ വല്ലാതിരിക്കുന്ന പോലെ? അല്ല, വല്ലാതെ ഡള്ളായിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്കിപ്പോൾ മായയുടെ ഓർമ്മ വരുന്നേ ഇല്ല. നമുക്ക് നാളെ മീറ്റ് ചെയ്താലോ? ആ ശരി ഡോക്ടർ, ഞാൻ വരട്ടെ ഡോക്ടർ. You bloody idiot! സോറി ഡോക്ടർ. I'm sorry. ഇവര് ആരാ ഡോക്ടർ? നിങ്ങളുടെ വൈഫാണോ? ഇപ്പോ ഇവര് ജീവനോടില്ലേ ഡോക്ടർ? സോറി ഡോക്ടർ, ഇത്ര ചെറുപ്രായത്തിൽ എങ്ങനെയാ മരിച്ചത്? യെസ്. ഡോക്ടർ, ഞാൻ രോഹിത്തിനൊപ്പം ഇവിടെ ഗ്രാൻഡ് മോളിലുണ്ട്. സാറിന് എന്തെങ്കിലും വാങ്ങണോ? നോ താങ്ക്സ്. ഇപ്പം എനിക്കൊന്നും ആവശ്യമില്ല. പേഷ്യന്റിന്റെ അടുത്താണോ? അതെ. I'll call you back later. ശരി.